ആദരിക്കുന്നതിനായി ദർശന സമൂഹത്തിൻ്റെ തസ്രിയേരി മിസ്റ്റർ MJ ജോസഫിനെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരിച്ച, പ്രിയപ്പെട്ട ജോബി അച്ഛ, സ്നേഹമുള്ളവരെ, ദർശന സമൂഹാംഗങ്ങളെ, ഇന്ന് നമ്മുടെ തിരുനാളിൻ്റെ രണ്ടാം ദിവസമാണ്. രണ്ടാം ദിവസം ദർശന സമൂഹാംഗങ്ങളുടെ വാഴ്ച ദിവസമാണ്. ആദ്യമേ രാവിലെ നമ്മൾ ദർശന സമൂഹാംഗങ്ങളുടെ അടുത്ത വർഷത്തെ പ്രസിഡന്റുമാരെ ദർശന സമൂഹത്തിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് വൈകിട്ട് അതിനുശേഷം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് നമ്മൾ ദർശന സമൂഹത്തിൽ ചേർന്നവരെ, അതായത് അടുത്ത വർഷത്തേക്കുള്ള പ്രസിഡന്റുമാരെ വാഴിക്കുന്നു. കൂടാതെ ലൈത്തോന്മാരുടെ വാഴ്ച നടത്തുന്നു. നമുക്കറിയാം, നമ്മുടെ ഇടവക 802 സ്ഥാപിതമായതാണ്. ഇത്രയും വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു നടപടിക്രമമാണിത്. വർഷങ്ങളായിട്ടുള്ള ആ പാരമ്പര്യം നമ്മൾ ഇന്നും നിലനിർത്തുന്നു. അതിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പുതിയ തലമുറയ്ക്ക് കണ്ടുപിടിക്കാമെങ്കിലും ഒന്നും പറ്റാത്തൊരു സംഗതിയാണ്. കാരണം ഇത് എന്നും എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന, ഓർക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ ദർശന സമൂഹത്തിൻ്റെ രക്ഷാധികാരി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പാണ്. എന്നാൽ നമ്മുടെ കപ്ലോൻ വികാരിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് നടത്തുന്നത്. ഈ ദർശന സമൂഹം നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലും ഒരാളെങ്കിലും ഈ ദർശന സമൂഹത്തിലെ അംഗങ്ങളാണ്. അവരെല്ലാവരെയും ശരിക്കും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഈ ദർശനത്തിൻ്റെ ഡ്രസ്സ് ധരിച്ച് നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് ശരിക്കും പുണ്യാളനുള്ള ബഹുമാനവും ആദരവും അർപ്പിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ ഈ ചടങ്ങ് നടത്തുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് നമ്മൾ ആദരിക്കേണ്ടത് നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട വികാരിച്ചനാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം 3 വർഷം കഴിഞ്ഞ് നമ്മുടെ നാലാമത്തെ വർഷമാണ് ഇത് ഈ കപ്ലോൻ വികാരിയായിട്ടിരിക്കുന്നു. അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ഏതൊരുവരുടെയും കടമയാണ്. ആ സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ നിലവിലെ ഈ വർഷം 2024 പെരുന്നാൾ നടത്തുന്ന പ്രസിഡന്റുമാരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ബൊക്കെ കൊടുക്കുന്നതിനായിട്ട് ശ്രീ ജോൺ ജോസഫ് മലമേലിനെ ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ദർശന സമൂഹങ്ങളുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ ദർശന സമൂഹങ്ങളുടെ പ്രൊക്യൂറേറ്റർ ഇസ്ക്രിമൻ റജി പൗലോസ് തുടീന പഴമ്പള്ളിയെ ക്ഷണിക്കുന്നു. നമ്മുടെ വികാരിച്ചിനുള്ള ആദര സൂചകമായും ബഹുമാന സൂചകമായും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അച്ഛനെ സ്തുതി പറയണം. ഓക്കെ, നമുക്ക് ഇനി വാഴ്ചയിലേക്ക് കിടക്കാം. ആദ്യം അടുത്ത വർഷത്തെ പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് അച്ഛൻ വായിക്കുന്നതാണ്. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവിനല്ലാതെ ആർക്കും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി.
ദിവ്യരക്ഷിതാവായ ഈശോ മിശിഹായുടെ പുരോഗമിയും തനിക്ക് ജ്ഞാനസ്നാനം കൊടുക്കുന്നവനും തൻ്റെ തിരുനാവിനാൽ തന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ തന്നേക്കാൾ വലിയവനില്ല എന്നുള്ള ഔന്നത്യം നാമധേയം പ്രാപിച്ചവനും ജന്മപാപത്തിൻ്റെ കറകൂടാത്ത ശുദ്ധീകരിക്കപ്പെട്ടവനും ത്രിലോകരാജ്ഞിയായ ശുദ്ധ ദൈവമാതാവിൻ്റെ സോദരനും കന്യാവ്രതക്കാരുടെ കണ്ണാടിയും വനവാസികളുടെ തലവനും സഹദേവന്മാരുടെ മാതൃകയും പാപികളുടെ സങ്കേതവും എല്ലാ പ്രകാരത്തിലും സ്തുതിക്കപ്പെടുവാൻ അതിയോഗ്യനുമായ വിശുദ്ധ മാർ യോഹന്നാൻ മാന്താനയുടെ കൊമ്പരെ തിരുനാൾ തെക്കൻ പറവൂർ പള്ളിയിൽ വച്ച് ആഘോഷിക്കത്തക്കവണ്ണം ആണ്ടുതോറുമുള്ള ചട്ടപ്രകാരം വരുന്ന കൊല്ലവും ജൂൺ 2026 ആഘോഷിക്കുന്നതിന് കൊമ്പരക്കാരികളുടെ നിയോഗപ്രകാരം പ്രസിഡന്റ് മുതലായ ഓഫീഷ്യൽമാരുടെ പേര് വിവരം. ദർശനത്തിൻ്റെ രക്ഷാധികാരി എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലിത്ത. ദർശനത്തിൻ്റെ കപ്ലോൻ സെൻറ്റ് ജോൺസ് കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോസ് പാറപ്പുറം. പ്രസിഡന്റുമാർ സെൻറ്റ് സെബാസ്റ്റ്യൻസ് കുടുംബ യൂണിറ്റ്. തിസുരേര് ജോസഫ് ജോൺ മാവുങ്കൽ. പ്രക്കുതോര് ജോമോൻ ജോയി കൂവളത്ത്. ഈ ക്രമൻ റെജി പൗലോസ് പഴമ്പള്ളിൽ. മേശക്കാർ ജോമോൻ ജോർജ് ചെറിയവിളി, ശ്രീമതി എലിസബത്ത് ഫ്രാൻസിസ് കോച്ചേരി, ആനീസ് അഗസ്റ്റിൻ ചിറ്റത്താഴത്ത്, ജോർജ് ജോസഫ് ചിറയിൽ, ജോസഫ് പനയ്ക്കൽ, ജെയ്ജി ജോൺ പോത്തപ്പറമ്പിൽ. സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് തിരുനാൾ പ്രസിഡന്റുമാരുടെ പേര് വിവരം. ഉപ്പൂട്ടിൽ പ്ലാക്കിൽ ചെറിയാൻ തോമസ്, ഉപ്പൂട്ടിൽ പ്ലാക്കിൽ ജോർജ് തോമസ്, ഉപ്പൂട്ടിൽ പ്ലാക്കിൽ ജോസ് തോമസ്, ചെറിയവിളി ജോമോൻ ജോർജ്, കാഞ്ഞിരത്തുങ്കൽ ഏലിയാമ്മ ജോസഫ്, മലമേൽ എബിൻ ബെന്നി, കാഞ്ഞിരത്തുങ്കൽ എബിൽ ജോസഫ്, കാഞ്ഞിരത്തുങ്കൽ സെബി ജോസഫ്, മലമേൽ ആൻ്റണി ജോഷുവ ജോൺ, മലമേൽ സോബി ജോസഫ്, മലമേൽ ബിജു, വലിയപറമ്പിൽ ബെറ്റി ജോസ്, പിച്ചകപ്പള്ളി ജോസ്, മലമേൽ സിബി ജോസഫ്, ഇടയാടിയിൽ ജൂഡിറ്റ് ബെന്നിച്ചൻ, മലയിൽ ജെറി ജോൺ, മലയിൽ തങ്കമ്മ ജോസ്, മലമേൽ പുലക്കാവിൽ ജോയൽ ജോൺസൺ, പൂവൻ റോസക്കുട്ടി പോൾ, കോയിപ്പുറത്ത് നോയൽ ടോമി, കോച്ചേരിൽ ആൻ്റണി ദേവസി, മാവുങ്കൽ പുളിക്കൽ റോഷൻ റോജി, മാവുങ്കൽ പുളിക്കൽ ആലീസ് വർഗീസ്, മലമേൽ ജോൺ ജോസഫ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ പ്രമാണം നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അനുഗ്രഹത്താൽ വിശുദ്ധ യോഹന്നാൻ മാന്താനയുടെ മധ്യസ്ഥയാൽ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്ന് ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നിന്നിലുണ്ടാകെ എന്നുമെന്നും. നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ സ്തുതിക്കായി ഞങ്ങൾ വഹിക്കുവാൻ പോകുന്ന തിരികൾ ആശീർവദിക്കണമേ. ലോകത്തിലേക്ക് വന്ന സത്യപ്രകാശമായ മിശിഹായെ, അന്ധകാരമയമായ ലോകജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ധൈര്യപൂർവ്വം തരണം ചെയ്ത് നിത്യപ്രകാശത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാൻ വിശുദ്ധമായ എണ്ണ തയ്യാറാക്കണമെന്ന് മൂശയോട് കൽപ്പിച്ച ദൈവമേ, ഈ തീകൾ ആസ്വദിക്കണമേ. അന്ധകാരമെല്ലാം അകറ്റുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശമാനമായി സംരക്ഷിക്കുവാനും ഇവ ഞങ്ങളെ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ദീപമേ ദീപമേ കൂരിരുൾ നീക്കും പ്രകാശമേ കൂരിരുൾ നീക്കും പ്രകാശമേ ദീപമേ 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 അന്ധകാരം നീക്കുവാന സ്വർഗമാർഗം കാട്ടുവാന വാനിടത്തിൽ വന്നുദിച്ച ദിവ്യദീപം ദീപം ദീപം ദിവ്യദീപം ദീപമേ ദീപമേ നിൻ കരങ്ങൾ വീശിടുമ്പോൾ നിൻ വരങ്ങൾ തൂകിടുമ്പോൾ ചക്രവാള സീമകൾ തെളിഞ്ഞിടുന്നു ദീപം ദീപം ദിവ്യദീപം ദീപമേ ദീപമേ ഇന്ന് ദിവ്യബലി അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജോബി മലമേലച്ഛൻ CMI സഭയിലച്ഛനാണ്. അച്ഛന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകം സ്വാഗതം. സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ഇടവക മാധ്യസ്ഥൻ്റെ തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ തിരുനാളാഘോഷങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഷ്ഠാനങ്ങളും വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളുമാണ്. പ്രത്യേകമായിട്ട് നമ്മൾ നമ്മുടെ ഇടവക മധ്യസ്ഥനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിലുള്ള വളർച്ച, അതായത് ഇത് വെറുമൊരു ആഘോഷമാകാതെ നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും വളർച്ചയുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ഈ തിരുനാളിൽ നിന്ന് എന്തെങ്കിലും അർത്ഥവത്തായിട്ട് കിട്ടുക എന്ന് നാം മറന്നു പോകരുത്. പ്രത്യേകമായിട്ട് ഈ വർഷം തിരുനാൾ ഏറ്റെടുത്തു നടത്തുന്ന എല്ലാവരെയും നമുക്കോർക്കാം, അവരുടെ കുടുംബങ്ങളെയും നമുക്കോർക്കാം. അടുത്ത വർഷം തിരുനാളിനായിട്ട് ഏറ്റെടുത്തിരിക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാവരുടെയും നമ്മുടെ ഇടവക ജനത്തെ മുഴുവനെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേദനകളും വിഷമങ്ങളുമൊക്കെ നമ്മുടെ പ്രത്യേക നിയോഗമായി ഈ തിരുബലിയിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടവക മധ്യസ്ഥനെ പ്രത്യേകമായിട്ട് നമ്മുടെ ആവശ്യങ്ങളിൽ വിളിച്ചുകൊണ്ട് നമുക്ക് ഒന്നാകാം ഈ തിരുബലിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരും സുസ്ഥിരനുമെന്നെന്നും. അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.
സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നിശ്ചയമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. കർത്താവായ മിശിഹായെ, നിന്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സുകളെ ജ്വലിപ്പിക്കണമേ. നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങളെപ്പോഴും നിന്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ഏശയ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ദൈവം സഹോദരിയെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമോസിൻ്റെ പുത്രനായ ഏശയ്യയ്ക്ക് യൂദാ രാജാക്കന്മാരായ ഉസിയ, യോദാം, ആഹാസ്, ഹെസേക്കിയ എന്നിവരുടെ കാലത്ത് യൂദായെയും ജെറുസലേമിനെയും കുറിച്ചുണ്ടായ ദർശനം. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ. അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്നും തീർത്തും അകന്നുപോയി. ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ? എന്തേ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു? നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ്, ഹൃദയം തളർന്നു പോയിരിക്കുന്നു. ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല. ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം. അവയെ കഴുകി വൃത്തിയാക്കുകയോ വച്ചുകെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല. നിങ്ങളുടെ രാജ്യം ശൂന്യമായി, നിങ്ങളുടെ നഗരങ്ങൾ കത്തി നശിച്ചു. നിങ്ങൾ നോക്കി നിൽക്കെ വിദേശീയർ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു. വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു. മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയൻ പുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗൊമോറ പോലെയും ആയിത്തീരുമായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹാ സഹോദരനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത്. എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്നതുകൊണ്ട് പുരുഷൻ ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിൻ്റെ മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥന ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമയക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിക്കും. ഇത് ഒരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത്, കൽപ്പനയായിട്ടല്ല. എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നുവെങ്കിൽ എന്നു ഞാൻ ആശിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. മണ്ണിൽ ശാന്തിക, വിണ്ണിൽ ശോഭയിക, മനസ്സിൻ പൊന്തീപമാ, ഉണർവിൻ പൊന്തൂവലാ. മണ്ണിൽ ശാന്തിക, വിണ്ണിൽ ശോഭയിക, മനസ്സിൻ പൊൻദീപമാ, ഉണർവിൻ പൊൻതൂവലാ. അകതാരിൽ സുഖമരുളും നോവിൻ കുളിർമഴയ, ദ്യോവിൻ കൃപയൊഴുകുകയാ. അകതാരിൽ സുഖമരുളും നോവിൻ കുളിർമഴയ, ദ്യോവിൻ കൃപയൊഴുകുകയാ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 1:57 മുതലുള്ള തിരുവാക്യങ്ങൾ. സ്നാപക യോഹന്നാന്റെ ജനനം. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സഖറിയ എന്ന അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവൻ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്തു പേര് നൽകുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്.
എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയർക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുൾ ചെയ്ത മിശിഹായെ സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് അങ്ങേ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ മാതൃകയനുസരിച്ച് അങ്ങയോടുകൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും വാരംപുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങു കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താര മുന്നിലായി കിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ, താതനുമതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ
സാക്ഷികളെയും സൽക്കർമ്മികളെയും വെളിയിലോർത്തില്ല. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓതാൻ നിത്യം വാഴ്ത്തിടാം. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറയുക. സർവശക്തനും പിതാവും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ വിശുദ്ധ കത്തോലിക്കാ സഭയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യായുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രീയന്മാരും മെത്താന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയറിയിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യശാസ്ത്രം മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിൻ്റെ ശക്യം സ്വർഗ്ഗത്തിൽ നിത്യവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്താൽ ഞങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മുടെ കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസഹാക്യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. കർത്താവേ, ഞങ്ങളുടെ മനസ്സുകളെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും ധാർഷ്ട്യത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായി തിരുക്കർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. ക്രോവേന്മാരോടും സാപ്രിയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Hosanna, 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 Hosanna. ഉന്നതനാം രാജാവേ, മാനവനായി തീർന്നവനേ, അഖിലത്തിനുമുടയോനേ, അനവരതം പാടുന്നു.
മാനവഗായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടിമുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവേശ്വരനിന്നോശാന. വാനവഗായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടിമുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവീശ്വരനിന്നോശാന. ഓശാന 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 ഓശാന. എളിയവരും ബലഹീനരുമാകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ലിയോ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാറാഫൽ തട്ടിൽ അപ്പസ്തോലിക് വികാരി മാർ ജോസഫ് പാംബ്ലാനി എന്നിവർക്ക് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സമർപ്പിതരമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും പ്രത്യേകമായിട്ട് ഈ വർഷം തിരുനാൾ ഏറ്റെടുത്തുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നമുക്ക് ഓർമ്മിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ വേദനകൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ ആദികൾ, വ്യാധികൾ, അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ബലിയുടെ പ്രത്യേക നിയോഗമായിട്ട് നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ ഇന്ന് തിരുനാൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രസിദ്ധിമാരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് ഈ ബലിയുടെ നിയോഗമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ, കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ വിശുദ്ധ യൗസേപ്പിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും ഞങ്ങളുടെ ഈ തിരുനാളിന് കാരണഭൂതനായ സ്നാപക യോഹന്നാൻ്റെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നുമേ പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു വേണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലാ അൾത്താരയിൽ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ കൈകളിൽ നാവിലിന്നിതാ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷൻ്റെ അമൂല്യമായ ശരീരങ്ങളും രഹസ്യങ്ങളും നമുക്കെല്ലാവർക്കും ഭക്തിയോടും സമീപിക്കാം. അടുത്താവുന്നുള്ളതാകുന്ന ക്ഷണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലകളും ഒഴിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിലും വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ സ്വീകരിക്കുകയും സന്മാനം പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടെ ഐക്യത്തോടെ ദൈവരസ്യങ്ങൾ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങൾ ശരീരങ്ങളും ആത്മാകർഷയും കാരണമാട്ടെ. നിത്യജീവനകാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ആവർത്തിക്കട്ടെ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധർ വിശ്വാസത്തിനു വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. അവരോടുകൂടി ഭാവജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങൾ പങ്കുചേരുകയും ഭക്തിയാദരപൂർവ്വം ഈ ദിവരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സുവിശേഷത്തിന്റെ ചൂടും വെളിച്ചവും നമ്മളോട് പ്രസരിക്കുവാൻ ദിവ്യപ്രേക്ഷിത രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും നമ്മുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ദിവ്യസ്നേഹമേ, തിരുഭോജ്യമാ നിറയേണമേ, ദിവ്യകാരുണ്യമേ, തിരുജീവനാ പടരേണമേ. നീ വരുമ്പോ എൻ മാനസത്തിൽ സ്നേഹപൂർവം ഞാൻ ഇന്നൊരുക്കാം. ഹൃദയം നിറയെ പൂമണ്ഡപം തെളിയും പ്രഭതൻ പൊന്തീപകം. ദിവ്യസ്നേഹമേ, തിരുഭോജ്യമാ നിറയേണമേ, ദിവ്യകാരുണ്യമേ, തിരുജീവനാ പടരേണമേ. സ്നേഹമേ, ദിവ്യസ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ, സത്യദീപമേ, ദിവ്യശോഭയായി എന്നിൽ തെളിയണേ. നാഥ, യേശുനാഥ, ഏഴയാം ഞാൻ കാത്തു നിൽപ്പൂ. നീറും എൻ്റെ ദുഃഖം നിന്റെ മുൻപിൽ കാഴ്ചയായേകാം. നാഥ, യേശുനാഥ, ഏഴയാം ഞാൻ കാത്തുനിൽപ്പൂ.
ഇതുവരെ ഞാൻ നീങ്ങി പാപവഴിയിൽ തിരുവചനമതറിയാതേറെ ദൂരെ തേടി വന്നു എന്നെ നീ ദിവ്യശ്രീകമേ തിരുഭോജ്യമാ നിറയണമേ ദിവ്യകാരുണ്യമേ തിരുജീവനാ പടരേണമേ. സ്നേഹം ദിവ്യസ്നേഹം യേശുനാഥ നീ മാത്രമെന്നും പാപം നീക്കി എന്നിൽ ശാന്തി തൂകും ഏകദൈവം. സ്നേഹം ദിവ്യസ്നേഹം യേശുനാഥ നീ മാത്രമെന്നും പാപം നീക്കി എന്നിൽ ശാന്തി തൂകും ഏകദൈവം. മധുരഗീതമേകി വാഴ്ത്തിടും ഞാൻ ഹൃദയ വീണമീട്ടി പാടിടും ഞാൻ എന്നും സ്നേഹസാദരം. യേശുദാത്മാവിന്റെ കൃപ സൂത്രവും പരിശുദ്ധവും ജീവിതവും ദൈവവുമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുള്ള അനുഗ്രഹപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിനോട് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്ന് ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ ഭക്ഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായ
ദൈവമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെ നിന്നും ജീവൻ നൽകും ദൈവികമാം ചുറ്റിയിടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബരിടമേ സ്വസ്തി. അങ്ങേ ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഇരിക്കുക. നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ്റെ ജനനം അവൻ്റെ കുടുംബത്തിന് സന്തോഷമായിരുന്നു. അവൻ്റെ കുടുംബത്തിന് മാത്രമല്ല, നാട്ടുകാർക്കും അവൻ്റെ ജനനം ഒരു സന്തോഷപ്രദമായിരുന്നൊരു ജനനമാണ്. കാരണം ഇവിടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എലിസബത്തിനോട് പ്രായമായിരുന്ന സഖറിയായ്ക്കും എലിസബത്തിനും കുഞ്ഞുങ്ങളുണ്ടാകാതെ ഒത്തിരി നാൾ അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് സ്നാപക യോഹന്നാൻ ജനിക്കുക. അപ്പോൾ സ്നാപക യോഹന്നാൻ ജനിക്കും എന്നറിയുമ്പോൾ, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ, വന്ധ്യയായിരുന്ന എലിസബത്തിന് കുഞ്ഞുണ്ടാകുന്നു എന്നറിയുമ്പോൾ നാട്ടുകാരും അവളോട് വലിയ കാര്യം കാണിച്ചു. ദൈവം വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നോർത്ത് നാട്ടുകാരും സന്തോഷിക്കുന്ന ഒരു രംഗമാണ്. അവസാനം നാട്ടുകാർ സ്നാപക യോഹന്നാൻ്റെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അവർ പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: ഈ ശിശു ആരായിത്തീരും. അവരെല്ലാവരും, നാട്ടുകാരൊക്കെ ചിന്തിച്ചു തുടങ്ങുകയാണ്, ഈ ശിശു ആരായിത്തീരുമെന്ന്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ നമ്മളൊക്കെ, കുട്ടികളുടെ മാതാപിതാക്കൾ, അവരെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങും. ഇവനെ ആരാക്കി തീർക്കണം, ഇവനെ എന്താക്കി തീർക്കണം എന്നൊരു സ്വപ്നം അവർ കണ്ടു തുടങ്ങും. അവനെ ഡോക്ടറാക്കണം, അവനെ എഞ്ചിനീയറാക്കണം, അവനെ കളക്ടറാക്കണം, അവനെ ജഡ്ജിയാക്കണം, അവനെ പോലീസുകാരനാക്കണം. ഇങ്ങനെ ഒത്തിരിയേറെ സ്വപ്നങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ കുടുംബത്തിലൊരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ കണ്ടു തുടങ്ങുകയാണ്. പക്ഷെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എത്ര മാതാപിതാക്കൾ എൻ്റെ ഈ കുഞ്ഞ്, എൻ്റെ ഈ മകൻ അല്ലെങ്കിൽ എൻ്റെ ഈ മകള് ദൈവവിശ്വാസവും ദൈവഭയവും ദൈവഭക്തിയിലും വളർന്നു വന്ന് എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അവൻ താമസിക്കുന്ന, അവൻ ജീവിക്കുന്ന സമൂഹത്തിന് ഇവൻ ഒരു അനുഗ്രഹമാകണമെന്ന് എത്ര മാതാപിതാക്കൾ, തീർച്ചയായിട്ടും എത്ര മാതാപിതാക്കൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ അവനെ ഡോക്ടറാകണം അല്ലെങ്കിൽ അവനെ എഞ്ചിനീയറാക്കണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് അവനെ ദൈവവിശ്വാസത്തിലും അല്ലെങ്കിൽ അവളെ ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും ദൈവഭക്തിയിലും വളർന്ന് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹമാക്കി തീർക്കുവാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെക്കുറിച്ച് സ്വപ്നം കാണണം. പക്ഷേ അവരെ ഇങ്ങനെയാകണമെന്നൊരിക്കലും കാരണം അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും ദൈവഭക്തിയിലും വളർന്നു വരുന്ന മക്കൾക്ക് മറ്റതെല്ലാം ദൈവം കൊടുക്കും. പക്ഷേ ദൈവം നിങ്ങളുടെ മക്കളുടെ ഒപ്പം ഇല്ലെങ്കിൽ മറ്റൊന്നും അവർക്കുണ്ടാകുകയില്ല എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ചില മാതാപിതാക്കളൊക്കെ
ഇപ്രകാരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചില മാതാപിതാക്കൾ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഒരു കഷ്ടപ്പാടും അറിയിക്കാണ്ടാണ് ഞങ്ങളുടെ മക്കളെ വളർത്തിയത്, അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ ഒരു കഷ്ടപ്പാടും ഇതുവരെയുള്ള അവരുടെ വളർച്ചയിൽ അറിഞ്ഞിട്ടില്ല എന്ന്. പ്രിയമുള്ള മാതാപിതാക്കളെ ഞാൻ പറയും, നിങ്ങളുടെ മക്കൾ കഷ്ടപ്പാടറിഞ്ഞു, നിങ്ങൾ അവരെ വളർത്തുവാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നിങ്ങളുടെ മക്കൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചാണ് നിങ്ങളെങ്ങനെ രോഗിയായത് എന്ന് നിങ്ങളുടെ മക്കൾ അറിഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെ അമ്മ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ അമ്മയുടെ സൗന്ദര്യം ഇങ്ങനെയായത്, അല്ലെങ്കിൽ സൗന്ദര്യം പോയത്, അവരിങ്ങനെ രോഗിയായത് എന്നറിയുന്ന മക്കൾ മാത്രമേ നാളെ നിങ്ങളെ ബഹുമാനിക്കുകയുള്ളൂ, നാളെ നിങ്ങൾക്ക് വില നൽകുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമുക്കറിയാം, ചെറിയൊരു സയൻസ് ഞാൻ പറയുകയാണ്. അതായത് നമ്മുടെയൊക്കെ മക്കളുടെ, അതായത് നമ്മുടെ ഈ തലയുടെ വളർച്ച പൂർത്തിയാകുന്നത് ഏതാണ്ട് 25 വയസ്സാകുമ്പോഴാണ്. അതായത് 25 വയസ്സിലാണ് നമ്മൾക്ക് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ വരുന്നത്. കാരണം ഈ സ്ട്രക്ചർ വരുന്നതോടുകൂടി, ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ വരുമ്പോഴാണ് നമ്മുടെ തലയുടെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, വളർച്ച പൂർത്തിയാകുന്നത്. ഇനി എന്താണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ ധർമ്മം, അല്ലെങ്കിൽ എന്താണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ബ്രെയിനിൽ തലയിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ് നമ്മൾക്ക് നല്ലതേത് ചീത്തയേത് എന്ന് പറഞ്ഞു തരുന്നത്. അതായത് നല്ലതേത്, ഇതാണ് നല്ലത്, ഇതാണ് ചീത്ത എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ്. അതായത് നമ്മുടെ മക്കൾ നല്ലതേത് ചീത്തയേതെന്ന് നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പാകമാകുന്നത് 25 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ 25 വയസ്സ് വരെ നമ്മുടെ മക്കൾ നമ്മുടെ കൺട്രോളിലായിരിക്കണം. കാരണം അവരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇതാണ് നല്ലത്, ഇതാണ് ചീത്ത എന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട്. കാരണം 25 വയസ്സാകുമ്പോൾ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് അവരിൽ എത്തുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മറന്നു പോകും. നമ്മൾക്കറിയാം, ഒത്തിരിയേറെ പത്രവാർത്തകൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫ്ലാഷാകുന്ന ഒരു ന്യൂസാണ് ഈ പത്തനംതിട്ടയിൽ ഒരു 20-കാരി പെൺകുട്ടി, അവിവാഹിതയായ ഒരു 20-കാരി പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ഇനി മാത്രമല്ല, ഈ ജന്മം കൊടുത്തു എന്ന് മാത്രമല്ല, ഈ ജന്മം കൊടുത്തിട്ട് ഈ കുഞ്ഞിനെ ഒളിച്ചു വെക്കുകയാണ്. ഇവൾ തന്നെ പ്രസവം എടുത്ത് ഇവൾക്ക് ബ്ലീഡിങ് വരികയാണ്. അങ്ങനെ ബ്ലീഡിങ് വന്ന് ഈ പെൺകുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയാണ്. അപ്പോൾ ആദ്യം കുറേ നുണകളൊക്കെ, പക്ഷേ ഡോക്ടറിന് മനസ്സിലായി, കാരണം ഇവളുടെ പൊക്കിൾക്കൊടി മുറിച്ച് കളഞ്ഞത് ഡോക്ടർ കണ്ടെത്തും. അപ്പോൾ ഡോക്ടർ കറക്റ്റ് ചോദിച്ചു കഴിയുമ്പോൾ അവൾ പ്രസവം നടന്നു എന്ന് ഡോക്ടറോട് സമ്മതിക്കുന്നുണ്ട്. പിന്നെ കുട്ടി എവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾ തന്നെയാണ് പ്രസവം, കുളിമുറിയിൽ കയറി പ്രസവം എടുത്ത് ഇവൾ തന്നെ പൊക്കിൾക്കൊടി മുറിച്ചിട്ട് കുഞ്ഞിനെ ഒരു ചേമ്പിലയിൽ പൊതിഞ്ഞ് അടുത്തുള്ള പറമ്പിലേക്ക് എറിയുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പത്രങ്ങളിൽ വരുന്ന വാർത്തയാണ്. കുഞ്ഞിനെ ചേമ്പിലയിൽ പൊതിഞ്ഞ് എഴുതി. അപ്പം ഈ ഡോക്ടർ പറഞ്ഞിട്ട് കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട് അത് എവിടെയുണ്ട് എന്ന് പറയുമ്പോഴാണ് അവൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയും. ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് ചെല്ലുമ്പോഴാണ് ആ കുഞ്ഞ് ആ എറിയലിലേറ്റ ക്ഷതം മൂലം ആ കുഞ്ഞ് മരിക്കുന്നതാണ്. നിങ്ങൾ ഓർക്കുക, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ പെൺകുട്ടിയുടെ അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ചേച്ചിയുണ്ടായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയതുപോലും ഈ അപ്പനും അമ്മയും ചേച്ചിയും അറിഞ്ഞില്ല എന്നതാണ് സത്യം. ഓർക്കുക, ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ അവളുടെ അമ്മയ്ക്ക് പോലും മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെയർ ചെയ്യണം എന്ന്, നിങ്ങളുടെ മക്കളെ എത്രമാത്രം എങ്ങനെയാണ് വളർത്തേണ്ടത്. ഒരു പക്ഷേ അതായത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ട് പോലും അമ്മയോടത് പറയുവാനുള്ളൊരു മനസ്സും ആ കുട്ടിക്കുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഇന്ന് മക്കളുടെയും മാതാപിതാക്കളുടെയും ഇടയിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. ഈ കുട്ടിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഈ കുട്ടി ഡിഗ്രി പഠിച്ച് ജസ്റ്റ് നല്ല മാർക്കോടുകൂടി പാസ്സായ പെൺകുട്ടിയാണ്. പക്ഷേ അവൾക്ക് നല്ലതേത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയുവാനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ല. അത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് അവളുടെ മാതാപിതാക്കൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പ്രിയമുള്ള മാതാപിതാക്കൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും സ്വപ്നം കണ്ട് തന്നെ വളർത്തുക. പക്ഷേ നിങ്ങളുടെ കൈകളിൽ നിന്ന് അവരൊരിക്കലും
വഴുതിപ്പോകരുത്. നാളെ നിങ്ങളുടെ മക്കളുടെ ഓർത്ത് എൻ്റെ മകൻ ഇങ്ങനെയായി അല്ലെങ്കിൽ മകൾ ഇങ്ങനെയായി പോയല്ലോ എന്നോർത്ത് അവരെ ഓർത്ത് കരയുവാനുള്ള ഒരു നിമിഷം ഉണ്ടാകരുത്. ഇന്ന് നമ്മൾ സ്നാപക യോഹന്നാൻ്റെ ജനനം വന്നു അവൻ ജനിക്കുന്നതിലൂടെ അവൻ്റെ കുടുംബത്തിന് സന്തോഷം ഉണ്ടാകുന്നു, അവൻ്റെ നാടിന് സന്തോഷമുണ്ടാകുന്നു, അവൻ്റെ കുടുംബത്തിനും അവൻ്റെ നാടിനും അനുഗ്രഹമായി മാറുകയാണ്. അതുപോലെ തന്നെ അവൻ്റെ അപ്പന് മിണ്ടാൻ സാധിക്കുന്നില്ല. ഇവൻ്റെ ജനനത്തോടുകൂടി അവൻ്റെ അപ്പൻ്റെ വായ് തുറക്കപ്പെടുകയാണ്. അതുവരെ ഊമനായിരുന്ന അവൻ്റെ വായ് തുറക്കപ്പെടുകയാണ്, അവൻ്റെ കെട്ടുകൾ അഴിയപ്പെടുകയാണ്. അപ്പം ആ കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹമാകുന്ന സ്നാപക യോഹന്നാനെയാണ് നമുക്ക് കാണുക. ഒരു കൊച്ചു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു കുഞ്ഞുകുട്ടി അവൻ പട്ടം പറത്തുകയാണ്. അവനിങ്ങനെ പട്ടം പറത്തുന്നു, അവൻ വളരെ സന്തോഷമാണ്. പട്ടം നല്ല ഉയർന്ന വേഗത്തിൽ പറക്കുന്നുണ്ട്. അങ്ങനെ ഇവനിങ്ങനെ പട്ടം ഉയർത്തി കളിക്കുന്നു. പട്ടമാണെങ്കിലും വളരെ ഉയരത്തിൽ പറക്കുന്നു. അപ്പോഴാണ് ഒരു കിളി അതുകൂടെ പറന്നു പോവുകയാണ്. അപ്പോൾ ഈ കിളി ഈ പറക്കുന്ന പട്ടത്തെ കാണുകയാണ്. അപ്പോൾ ഈ കിളി പട്ടത്തോട് ചോദിക്കും, നിനക്ക് ഇതിനേലും ഉയരത്തിൽ പറക്കുവാൻ താല്പര്യമില്ലേ, ആഗ്രഹമില്ലേ എന്ന് പട്ടത്തോട് ചോദിക്കും. അപ്പോൾ പട്ടം പറയും, എനിക്ക് ഇതിനേലും ഉയരത്തിൽ പറക്കുവാൻ താല്പര്യമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കാരണം എന്നെ താഴെ നിന്ന് എൻ്റെ ഈ ഉയർച്ചയും താഴ്ചയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാൾ എന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഉയരത്തിലേക്ക് എനിക്ക് പോകുവാൻ, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്ന ആ ഉയരത്തിലേക്ക് പോകുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല എന്ന് ഈ പട്ടം കിളിയോട് പറയുകയാണ്. അപ്പോൾ കിളി പറയും, നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അതിനൊരു വഴി കണ്ടെത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഈ കിളി ഈ പട്ടത്തിൻ്റെ കയറ്, ആ ഒരു നൂല് പകുതിക്ക് വെച്ച് തൻ്റെ ചുണ്ടുകൊണ്ട് മുറിച്ച് കളയുകയാണ്. അപ്പോൾ വേഗം തന്നെ ഈ കുട്ടിയുടെ കൺട്രോളിൽ നിന്ന് ഈ പട്ടം പോവുകയാണ്. കാരണം അത് മുറിഞ്ഞുപോയി, പട്ടം രണ്ടായി പോവുകയാണ്. അങ്ങനെ മുറിഞ്ഞു പോയ ആ പട്ടത്തിൻ്റെ മുകളിലത്തെ അറ്റം അതിങ്ങനെ ഉയർന്നു പൊങ്ങുന്നു. പട്ടം വളരെ സന്തോഷിക്കും, അത് ഉയർന്നു പൊങ്ങി അവസാനം അതിൻ്റെ കൺട്രോളും നഷ്ടപ്പെട്ട് അവസാനം അതൊരു ചെളിക്കുണ്ടിൽ വന്ന് ഈ പട്ടം വന്ന് വീഴുകയാണ്. ഇത് കണ്ട് കരഞ്ഞു നിൽക്കുന്ന കുട്ടിയെയാണ് കഥാകൃത്ത് പറഞ്ഞു വയ്ക്കുക. പ്രിയമുള്ളവരെ, ഈ പട്ടം പുറത്തിയ കുട്ടി എന്ന് പറയുന്നത് മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ പട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളാണ്. തീർച്ചയായും നിങ്ങളുടെ മക്കളുടെ വളർച്ച, അവരുടെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നവയെ നിങ്ങളുടെ കൺട്രോൾ എപ്പോൾ പോകുന്നു അപ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ കയ്യിൽ നിന്ന് പോയ മക്കളെ ഓർത്ത്, നിങ്ങളുടെ നിയന്ത്രണം വിട്ടുപോയ മക്കളെ ഓർത്ത് നാളെ നിങ്ങൾ കരയാതിരിക്കുവാനായിട്ട് മക്കളെ ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും ദൈവഭക്തിയിലും വളർത്തുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്കും അവരുടെ പ്രതീക്ഷകൾക്കും അവരുടെ താല്പര്യത്തിനുമൊത്ത് അവർക്ക് വിധേയനായിട്ട് ജീവിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് വിധേയമായിട്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാകും, നിങ്ങളുടെ സമൂഹത്തിന് അനുഗ്രഹമാകും. അപ്പോൾ അതിനുള്ള കൃപാവരം നമ്മുടെ ഇടവക മധ്യസ്ഥൻ നമുക്ക് തരട്ടെ. നിങ്ങളെല്ലാവരും നല്ല മാതാപിതാക്കളാകുക. നല്ല മാതാപിതാക്കൾ നല്ല മക്കൾക്ക് രൂപം കൊടുക്കുവാൻ നിങ്ങളെ നമ്മുടെ സ്നാപക യോഹന്നാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉടനെ തന്നെ ദർശന സമൂഹത്തിലെ പ്രസിദ്ധന്മാരുടെ അനുമോദന യോഗമാണ്. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടി. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കപ്പളൻ വികാരി ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറവച്ചൻ, റവറൻഡ് ഫാദർ ജോബി മലമേലച്ചൻ, ദർശന സമൂഹം തെസിലേര് മിസ്റ്റർ ജോസഫ് ജോൺ മലമേൽ മാവുങ്കൽ, 2025 തിരുനാൾ കമ്മിറ്റി കൺവീനർ ജെയ്സ് ജോൺ മലമേൽ, 2026 തിരുനാൾ കമ്മിറ്റി കൺവീനർ സോബി ജോസഫ് മലമേൽ. ജോബി മലമേലച്ചൻ പ്ലീസ്. സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ റെജി പൗലോസിനെ ഇസ്ക്രിമിനെ ക്ഷണിക്കുന്നു.
ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരിച്ച വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, 2026 തിരുനാൾ പ്രസിദ്ധിമാരെ അനുമോദിക്കുന്നതിനും ആശംസകൾ നേരുന്നതിനുമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ ആദ്യം കിടക്കുകയാണ്. നമ്മുടെ ദർശന സംഭവം കപ്ലോൻ വികാരിയും ഇടവക വികാരിയുമായ നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട ജോസ് പാർപ്പുറച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ദർശന സംഭവം തെസ്സരേര് ജോസഫ് ജോൺ മൗങ്കലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 2025 പ്രസിഡന്റ് ശ്രീ ജെയ്സേട്ടനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 2026 പ്രസിഡന്റ് കൺവീനർ ശ്രീ സോബിച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദർശന സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട്, ഒപ്പം നമ്മുടെ ഇടവകയിലെ എല്ലാ സ്നേഹബഹുമാനപ്പെട്ട മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും യുവതിവാക്കളെയും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു റെജി. ആശംസകളുമായി ജെയ്സ് ജോൺ, തിരുനാൾ കമ്മിറ്റി കൺവീനർ 2025. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ കപ്ലോൺ വികാരി അച്ഛൻ ഫാദർ ജോസ് പാർപ്പുറച്ച, ദിവ്യബലി അർപ്പിച്ച ഫാദർ ജോബി മലമേലച്ച, ഈ ദർശന സമൂഹത്തിൻ്റെ ശ്രീ ജോസഫ് ചേട്ട, 2026 ജൂണിലെ പെരുന്നാൾ കൺവീനർ ശ്രീ സോബിച്ചൻ മലമേൽ, പ്രിയപ്പെട്ട ദർശന സമൂഹത്തിലെ അംഗങ്ങളെ, നമ്മളെല്ലാവരും 2025 ജൂണിലെ യോഹന്നാൻ മാമദാനയുടെ തിരുനാളിൻ്റെ ആഘോഷത്തിലാണ്. ഈ ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ വികാരി അച്ഛനെയും അടുത്ത വർഷം പെരുന്നാൾ ഏറ്റെടുത്തിരിക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ അംഗങ്ങളെയും ഞാൻ ആദ്യമേ തന്നെ അനുമോദിക്കുകയാണ്, ആശംസകൾ നേരുകയാണ്. പല പരിമിതികളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെവരും സദയം ക്ഷമിക്കണം. ഞങ്ങളുടെ ചില കുറവുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും നാളിതുവരെയായി നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹകരണത്തിനും പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേരുള്ള നന്ദിയും ഇക്കൂട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത വർഷം പെരുന്നാൾ ഏറ്റെടുത്തിരിക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും വിശുദ്ധൻ്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. താങ്ക് യു ജെയ്സ്. ആശംസയുമായി കപ്ലോൻ വികാരി ബഹുമാനപ്പെട്ട ജോസഫ്. പ്രിയ ദർശന സമൂഹങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ഈ വർഷത്തെ തിരുനാൾ ഏറ്റവും മനോഹരമായ രീതിയിൽ ആ യൂണിറ്റുകാർ നടത്തി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അതുപോലെ അടുത്ത കൊല്ലത്ത് യൂണിറ്റുകാരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കൂട്ടായ്മയുടെ ഒരു ജീവിതമാണ് ഇടവകയിൽ നമ്മൾ കാണുക. എല്ലാവരും പറ്റുന്ന രീതിയിൽ ആത്മാർത്ഥയോടുകൂടിയാണ് ആ തിരുനാളിൻ്റെ ആരംഭം മുതൽ നമ്മൾ കാണുക. ഇനിയും 2-3 ദിവസമുണ്ട്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് സഹകരിച്ച് കൊണ്ടുപോകണം. പ്രത്യേകമായിട്ടത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ. അടുത്തത് പാരിതോഷികം കൊടുക്കുന്നതാണ്. 2026 തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ കുടുംബാംഗങ്ങൾ കൊടുക്കുന്ന പാരിതോഷികം. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, കപ്പ്യാർ മിസ്റ്റർ ബിജു, ആൾട്ടർ ബോയ്സ് അൾത്താര സംഘത്തിൻ്റെ പ്രതിനിധി, ആൾട്ടർ ബോയ്സിൻ്റെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും കപ്പേര് വാങ്ങിച്ചോളൂ. അത് അവർക്ക് കൊടുത്താൽ ഗായക സംഘത്തെ പ്രതിനിധീകരിച്ച് ജമദോർ ചോബി, പള്ളി അടി ക്ലീനിങ് ഒക്കെ ആയിട്ടാണ്. ചെണ്ടമേളം, പടക്കം തമ്പി,
ലൈറ്റ് ആൻഡ് സൗണ്ട് ദിബു. നന്ദി പറയുവാനായിട്ട് സോബി ജോസഫ്. സ്നേഹബഹുമാനായ കപ്പോളം വികാരി ജോസച്ച, ദർശന സമൂഹത്തിലെ ദർശന സമൂഹാംഗങ്ങളെ, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, അടുത്ത വർഷത്തെ തിരുനാൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഞങ്ങളാണ്. തിരുനാൾ ഞങ്ങൾ നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തിരുനാൾ നമ്മൾ ഓരോരുത്തരുടെയുമാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും നല്ലൊരു തിരുനാൾ നടത്തുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് ഈ അനുമോദന സമ്മേളനം വിളിച്ചു കൂട്ടിയ കപ്പളം വികാരിക്കും ഈ ദർശന സമൂഹാംഗങ്ങൾക്കും ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ തിരുനാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സെൻറ്റ് തോമസ് യൂണിറ്റിനും സെൻറ്റ് സെബാസ്റ്റ്യൻ ഫാമിലി യൂണിറ്റിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. മീറ്റിംഗ് കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി. നമ്മുടെ കുട്ടികളെ അവതരിപ്പിക്കുന്ന കലാവിരുന്ന് ഉടനെ ഇവിടെയുണ്ട്. എല്ലാവരും അത് ആസ്വദിച്ചിട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.